ഗേറ്റ്വേയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് മെമ്മറി ഡിവൈസുകളെ പറ്റിയാണ്, അല്ലെങ്കിൽ സ്റ്റോറേജ് ഡിവൈസുകളെ പറ്റിയാണ്. നമ്മൾ നേരത്തെ പഠിച്ചു കമ്പ്യൂട്ടർ മെമ്മറി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ മെമ്മറി ഡിവൈസസ് എന്തിനാണ് യൂസ് ചെയ്തത്? ഡേറ്റയും പ്രോഗ്രാമുകളെയും കമ്പ്യൂട്ടറിനുള്ളിൽ സൂക്ഷിച്ചു വെക്കാനാണ്, ദീർഘനാളത്തേക്ക് സൂക്ഷിച്ചു വെക്കാനായിട്ടാണ്. അതുകൊണ്ടാണ് അതിനെ സ്റ്റോറേജ് എന്ന് വിളിക്കുന്നത്. സ്റ്റോറേജ് ഡിവൈസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ മെമ്മറി. രണ്ട് തരം സ്റ്റോറേജുകളാണുള്ളത്, പ്രൈമറി ആൻഡ് സെക്കൻഡറി. പ്രൈമറി സ്റ്റോറേജും സെക്കൻഡറി സ്റ്റോറേജും, അല്ലെങ്കിൽ പ്രൈമറി മെമ്മറിയും സെക്കൻഡറി മെമ്മറിയും. എന്താണ് പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞാൽ? പ്രധാനമായിട്ടും പ്രൈമറി മെമ്മറിയിൽ വരുന്ന മെമ്മറികളാണ് റാൻഡം ആക്സസ് മെമ്മറി ആൻഡ് റീഡ് ഒൺലി മെമ്മറി, റാം ആൻഡ് റോം. റാം മീൻസ് റാൻഡം ആക്സസ് മെമ്മറി, അതിനെ ചുരുക്കിയാണ് റാം എന്ന് വിളിക്കുന്നത്. മറ്റൊരു മെമ്മറിയാണ് റോം, റീഡ് ഒൺലി മെമ്മറി. റാമിനെ നമ്മൾ മെയിൻ മെമ്മറി എന്ന് വിളിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കമ്പ്യൂട്ടർ മെമ്മറിയാണ്, അല്ലെങ്കിൽ മെയിൻ മെമ്മറിയാണ് റാം. അതാണ് കമ്പ്യൂട്ടറിന്റെ വർക്കിംഗ് മെമ്മറി എന്ന് അറിയപ്പെടുന്നത്. നമ്മൾ ചെയ്യുന്ന ഡേറ്റയും അതുപോലെ തന്നെ പ്രോഗ്രാമുകളൊക്കെ ആദ്യമേ സൂക്ഷിക്കപ്പെടുന്നത് ഈ പ്രൈമറി മെമ്മറി ആയിട്ടുള്ള റാമിലാണ്. ഇതൊരു ടെമ്പററി മെമ്മറിയാണ്. കാര്യം റാമിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കറണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ സൂക്ഷിച്ചു വെക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പവർ ഉള്ള സമയത്ത് മാത്രമേ റാമിൽ സൂക്ഷിച്ചിരിക്കുന്ന ഡേറ്റ നിലനിർത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. കറണ്ട് പോയി കഴിഞ്ഞാൽ ഡേറ്റ നഷ്ടപ്പെട്ടു പോകും. താൽക്കാലികമായിട്ട് ഡേറ്റകളെ സൂക്ഷിക്കാനായിട്ടാണ് റാം യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ റാമിനെ വോളറ്റൈൽ മെമ്മറി എന്നാണ് വിളിക്കുന്നത്. വോളറ്റൈൽ മീൻസ് പവർ ഉണ്ടെങ്കിൽ മാത്രമേ ഡേറ്റയെ നിലനിർത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. മറ്റൊരു മെമ്മറിയാണ് റോം, റീഡ് ഒൺലി മെമ്മറി. ഇവിടെ റീഡ് ചെയ്യാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. റാം റീഡ് ആൻഡ് റൈറ്റ് മെമ്മറി എന്ന് അറിയപ്പെടാം. റാമിൽ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും സാധിക്കും, എഴുതി സൂക്ഷിക്കാനും എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വായിക്കാനും സാധിക്കും. റോം ആണെങ്കിൽ റീഡ് ചെയ്യാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. ഇതിനകത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ നടക്കുന്ന ചില പ്രൊസീജിയേഴ്സ് ആണ് അതിനകത്ത് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. ഇത് കമ്പ്യൂട്ടർ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ IC ചിപ്പ് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് റെക്കോർഡ് ചെയ്യുന്ന ഡേറ്റകളാണ്. പിന്നീട് നമുക്ക് അതിനകത്ത് മാറ്റം വരുത്താനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് റീഡ് ഒൺലി മെമ്മറി എന്ന് വിളിക്കുന്നത്. റാം എന്ന് പറയുന്നത് റാൻഡം ആക്സസ് മെമ്മറി, അത് വോളറ്റൈലാണ്. റോം എന്ന് പറയുന്നത് പക്ഷേ നോൺ വോളറ്റൈലാണ്. അതായത് കറണ്ടിന്റെ ആവശ്യമില്ല, ഡേറ്റ അതിനകത്ത് നിലനിർത്താനായിട്ട് കറണ്ടിന്റെ ആവശ്യമില്ല. എപ്പോഴും ആ ഡേറ്റ ആ IC ചിപ്പിനുള്ളിൽ തന്നെ കാണും. ഇങ്ങനെയുള്ള രണ്ട് മെമ്മറികളെയാണ് നമ്മൾ പ്രൈമറി മെമ്മറി അല്ലെങ്കിൽ പ്രാഥമിക മെമ്മറി എന്ന് പറയുന്നത്. ഇത് തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം ഇത്രയേ ഉള്ളൂ. റാം എന്ന് പറയുന്നത് റീഡ് ആൻഡ് റൈറ്റ് മെമ്മറിയാണ്. റോം എന്ന് പറയുന്നത് റീഡ് ഒൺലി മെമ്മറിയാണ്. റാം വോളറ്റൈലാണ്, റോം നോൺ വോളറ്റൈലാണ്. ഈ രണ്ട് മെമ്മറി നമുക്ക് ചേർത്താണ് നമ്മൾ പ്രൈമറി മെമ്മറി അല്ലെങ്കിൽ പ്രൈമറി സ്റ്റോറേജ് എന്ന് വിളിക്കുന്നത്. പ്രൈമറി മെമ്മറിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, റാമിലേക്ക് നമുക്ക് ഡേറ്റകളെ സൂക്ഷിക്കാൻ സാധിക്കും, പക്ഷേ കറണ്ട് പോകുമ്പോൾ എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് പെർമനന്റ് ആയിട്ട് ഡേറ്റയെ സൂക്ഷിക്കാൻ റാം പര്യാപ്തമല്ല. റോമിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയതായിട്ടൊന്നും അതിനകത്തോട് സ്റ്റോർ ചെയ്യാൻ സാധിക്കത്തില്ല. നമുക്ക് ഈ രണ്ട് മെമ്മറികളും കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനത്തിന് നിർണായകരമായിട്ടുള്ള റോളാണ് ചെയ്യുന്നതെങ്കിലും നമുക്ക് സ്ഥിരമായിട്ട് ഡേറ്റയെ സൂക്ഷിക്കാനായിട്ട് ഈ റാമും റോമും ഉപയോഗിക്കാൻ സാധിക്കില്ല. അവിടെയാണ് നമ്മൾ സെക്കൻഡറി സ്റ്റോറേജിന്റെ യൂസേജസ് വരുന്നത്. സെക്കൻഡറി സ്റ്റോറേജിൽ വരുന്ന മെമ്മറികളാണ് CD, DVD, ഹാർഡ് ഡിസ്ക്, ബ്ലൂറേ ഡിസ്ക്, DVD, പെൻ ഡ്രൈവ് ഒക്കെ സെക്കൻഡറി മെമ്മറിയിലേക്ക് വരുന്നവയാണ്. ഈ പ്രൈമറി മെമ്മറിയിൽ ഞാൻ നേരത്തെ പറഞ്ഞു, പ്രൈമറി മെമ്മറി രണ്ട് തരമുണ്ട്, റാം ആൻഡ് റോം. ഈ റാം രണ്ട് തരത്തിലുണ്ട്, SRAM ആൻഡ് DRAM. SRAM മീൻസ് സ്റ്റാറ്റിക് റാം, DRAM മീൻസ് ഡൈനാമിക് റാം. ഇത് രണ്ട് ടൈപ്പിലെ റാം ഉണ്ട്. ടെക്നോളജിയിലുള്ള ചെറിയൊരു വ്യത്യാസമാണ് DRAM ആൻഡ് SRAM. ഈ റോം എന്ന് പറയുമ്പോൾ അവിടെ മൂന്ന് തരം റോമുകളാണുള്ളത്. പ്രോം, EEPROM, EEPROM. പ്രോം മീൻസ് പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. ഒരു പ്രാവശ്യം മാത്രം പ്രോഗ്രാം ചെയ്യാൻ സാധിക്കുന്ന മെമ്മറിയാണ് പ്രോം. EEPROM എന്ന് പറഞ്ഞാൽ ഇറാസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. EEPROM മീൻസ് ഇറാസബിൾ, അതായത് മായ്ച്ചു കളയാൻ പറ്റുന്ന പ്രോമുകളെയാണ് EEPROM എന്നറിയപ്പെടുന്നത്. അതായത് നമുക്ക് പിന്നീട് മായ്ച്ച് പുതിയ ഡേറ്റകൾ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. EEPROM എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കലി ഇറാസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറിയാണ്. ഇലക്ട്രിക്കൽ സിഗ്നലുകൾ ഉപയോഗിച്ച് ഡേറ്റയെ മായ്ച്ചു കളയാൻ സാധിക്കുന്ന രീതിയാണുള്ളത്.
റോമില് ഡേറ്റകളെ മായ്ച്ചെഴുതാൻ സാധിക്കും, പക്ഷേ നമ്മൾക്ക് സാധാരണ കമ്പ്യൂട്ടർ ഇരുന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കില്ല. ഇത് നമുക്ക് പ്രത്യേക ഡിവൈസുകൾ ഉപയോഗിച്ചാണ് പ്രോമിലേക്ക് അല്ലെങ്കിൽ ഈ പ്രോമിലേക്ക് അല്ലെങ്കിൽ ഈ പ്രോമിലേക്കൊക്കെ ഡേറ്റകളെ മാറ്റി എഴുതുന്നത്. പിന്നെ പ്രൈമറി മെമ്മറിയിലുള്ള പ്രധാനപ്പെട്ട രണ്ട് മെമ്മറികളാണ് റാം ആൻഡ് റോം. റാമിനെ നമ്മൾ വീണ്ടും ഡി റാം എന്നും എസ് റാം എന്നും വേർതിരിച്ചിട്ടുണ്ട്. പ്രോം, അതായത് റോമിന്റെ തന്നെ മറ്റു 3 കാറ്റഗറിയാണ് പ്രോം, ഇ പ്രോം, ഇ പ്രോം. പ്രോം മീൻസ് പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. ഇ പ്രോം മീൻസ് ഇറാസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. ഇ പ്രോം മീൻസ് ഇലക്ട്രിക്കലി ഇറാസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. ഇനി യു വി ഇ പ്രോം എന്ന് പറഞ്ഞൊരു പ്രോമും കൂടെ അൾട്രാ വയലറ്റ് ഇറാസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി എന്നാണ് അതിനെ വിളിക്കുന്നത്. നമ്മൾ റാമിനെ റോമിനെ പറ്റിയൊക്കെ പറഞ്ഞു. അതിൽ ഡി റാം ആൻഡ് എസ് റാം എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. ഡി റാം മീൻസ് ഡൈനാമിക് റാം, എസ് റാം മീൻസ് സ്റ്റാറ്റിക് റാം. ഇത് ഈ ഡൈനാമിക് റാമിൽ ഡേറ്റകളെ സൂക്ഷിക്കുന്നത് ചെറിയ കപ്പാസിറ്ററുകളാണ്, ടൈനി കപ്പാസിറ്ററുകളാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് റീഫ്രഷ് ചെയ്യേണ്ടതായിട്ട് വരും. ഓരോ മില്ലി സെക്കൻഡിലും റീഫ്രഷ് ചെയ്തില്ലെങ്കിൽ ഡേറ്റ എന്ത് ചെയ്യും, നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. പക്ഷേ എസ് റാമിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. നമുക്ക് വളരെ പവറുള്ള സമയത്ത് മുഴുവനും ഡേറ്റയെ ഉൾക്കൊള്ളാനായിട്ട് സ്റ്റാറ്റിക് റാമിന് സാധിക്കും. അതിനകത്ത് ഉപയോഗിക്കുന്നത് സെമി കണ്ടക്ടർ ആണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഇവിടെ ടൈനി കപ്പാസിറ്റർ യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ സെമി കണ്ടക്ടർ ഉപയോഗിച്ചാണ് അല്ലെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്സുകൾ ഉപയോഗിച്ചാണ് ഡേറ്റകളെ സൂക്ഷിച്ചു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ റീഫ്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഡൈനാമിക് റാമിൽ നമ്മൾ കൂടെ എല്ലാ സെക്കൻഡിലും എന്ത് ചെയ്യണം, റീഫ്രഷ് ചെയ്തുകൊണ്ടേയിരിക്കണം, റീഫ്രഷ് ചെയ്യണം. റോമിന്റെ കേസ് ഞാൻ പറഞ്ഞു, റോമിന്റെ ടൈപ്പുകളെ പറ്റി പറഞ്ഞു. അടുത്തത് സെക്കൻഡറി മെമ്മറികളെ പറ്റിയാണ്. സെക്കൻഡറി മെമ്മറി, സെക്കൻഡറി സ്റ്റോറേജിങ് devices which are built into computer or connected to the computer are known as secondary memory. സെക്കൻഡറി സ്റ്റോറേജിങ് ഡിവൈസസ് ബിൽറ്റ് ഇൻ ആയിട്ടുള്ളതായിരിക്കാം. ബിൽറ്റ് ഇൻ മീൻസ് കമ്പ്യൂട്ടറിനുള്ളിൽ തന്നെ ഉള്ളതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ചേർക്കുന്ന മെമ്മറികളാണ്. ഇതിനെ നമ്മൾ എക്സ്റ്റേണൽ മെമ്മറി എന്നും ആക്സിലറി മെമ്മറി എന്നും ഒക്കെ വിളിക്കാറുണ്ട്. സെക്കൻഡറി സ്റ്റോറേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട സെക്കൻഡറി സ്റ്റോറേജിൽ ഒന്നാണ് ഹാർഡ് ഡിസ്ക്. ഹാർഡ് ഡിസ്ക് എന്ന് പറയുമ്പോൾ അതൊരു സെക്കൻഡറി സ്റ്റോറേജിങ് ഡിവൈസ് ആണ്. കമ്പ്യൂട്ടറിനുള്ളിൽ ഡേറ്റകളെല്ലാം സൂക്ഷിച്ചു വെക്കുന്ന ഹാർഡ് ഡിസ്കിനുള്ളിലാണ്. ഒരു മെറ്റൽ ഡിസ്ക് ആണ്. അതിനുള്ളിൽ ഡിസ്ക് ഓപ്പൺ ചെയ്തുള്ള ഒരു പടം ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെറ്റൽ ഡിസ്കിനുള്ളിൽ സർക്കുലർ ഷേപ്പിലുള്ള ഡിസ്ക് പ്ലേറ്റുകളുണ്ട്. ഈ പ്ലേറ്റുകളെല്ലാം ഒരു സെൻട്രൽ ഷാഫ്റ്റിൽ ഉറപ്പിച്ചിരിക്കുന്നു. ഈ ഹാർഡ് ഡിസ്കിന്റെ പ്ലേറ്റുകൾ നമ്മൾ കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക് പ്രവർത്തിക്കുന്ന അവസരത്തിൽ വളരെ വേഗത്തിൽ സ്പിൻ ചെയ്യും, കറങ്ങുമ്പോൾ ഈ സർഫസുകളിൽ റെക്കോർഡ് ഇരിക്കുന്ന ഡേറ്റകളെ വായിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഡേറ്റകൾ വായിച്ചെടുക്കാനായിട്ട് റീഡ് ആൻഡ് റൈറ്റ് ഹെഡ്സുകളുണ്ട്. ഓരോ സർഫസിനെയും ട്രാക്കുകളായും സെക്ടറുകളായിട്ടും ഒക്കെ തിരിച്ചിട്ടുണ്ട്. പിന്നെ ഓരോ സർക്കിൾസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിന്റെ ട്രാക്ക് എന്നും ട്രാക്കുകളെ വീണ്ടും സെക്ടറുകളായിട്ടും ഒക്കെ തിരിച്ചിട്ടുണ്ട്. ഹാർഡ് ഡിസ്ക് നമ്മൾ കമ്പ്യൂട്ടറിനുള്ളിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു സെക്കൻഡറി സ്റ്റോറേജ് ആണ്. നമ്മൾ സാധാരണ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളും സോഫ്റ്റ്വെയറുകളും നമ്മൾ ചെയ്യുന്ന ഡേറ്റയൊക്കെ സാധാരണ സൂക്ഷിച്ചു വെക്കാം, സേവ് ചെയ്യുമ്പോൾ സൂക്ഷിക്കാറുള്ളത് ഹാർഡ് ഡിസ്കിനുള്ളിലാണ്. ഇന്റേണലും എക്സ്റ്റേണലും ഹാർഡ് ഡിസ്ക് ഉണ്ട്. ഇന്റേണൽ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിനുള്ളിൽ തന്നെ ഉറപ്പിക്കുന്ന ഹാർഡ് ഡിസ്കുകളെയാണ് നമ്മൾ ഇന്റേണൽ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് എന്ന് പറയുമ്പോൾ അത് നമുക്ക് USB വഴി കമ്പ്യൂട്ടറിലോട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഹാർഡ് ഡിസ്കുകളും ഉണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞു, ഹാർഡ് ഡിസ്കിന്റെ ഓരോ ഡിസ്ക് സർഫസിനുള്ളിലും നമുക്ക് പല സർക്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന കാണാം. കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന കാണാം. ഈ കോൺസെൻട്രിക് സർക്കിളുകളെ നമ്മൾ ട്രാക്കുകൾ എന്നാണ് വിളിക്കുന്നത്. ട്രാക്കിനെ വീണ്ടും ഫർദർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് സെക്ടേഴ്സ്, ഡിസ്ക് സെക്ടേഴ്സ് എന്നാണ് പറയുന്നത്. ട്രാക്ക് സെക്ടറും ഉണ്ട്, ഡിസ്ക് സെക്ടേഴ്സും ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സെക്കൻഡറി സ്റ്റോറേജിങ് ഡിവൈസ് ആണ് പെൻ ഡ്രൈവ്. നമുക്കറിയാം, പെൻ ഡ്രൈവുകൾ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള സെക്കൻഡറി സ്റ്റോറേജിങ് ഡിവൈസസ് ആണ്. ഇനി നമ്മൾ ഫ്ലാഷ് ഡ്രൈവ് എന്നും തമ്പ് ഡ്രൈവ് എന്നും ജമ്പ് ഡ്രൈവ് എന്നും ഒക്കെ വിളിക്കാറുണ്ട്. നമുക്ക് USB പോർട്ട് വഴി നമ്മൾ കമ്പ്യൂട്ടറിലും മൊബൈലിലും ഒക്കെ കാണാൻ പറ്റുന്ന ഒരു പോർട്ടാണ് USB പോർട്ട്. യൂണിവേഴ്സൽ സീരിയൽ ബസ് എന്നാണ് USB എന്ന് പറഞ്ഞത്. കമ്പ്യൂട്ടറുകൾ ഡേറ്റകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യാൻ വളരെ വേഗത്തിൽ സാധിക്കുന്ന ഒരു സംവിധാനമാണ് USB. ഒരു USB പോർട്ട് വഴി നമുക്ക് പെൻ ഡ്രൈവുകൾ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ മറ്റൊരു സെക്കൻഡറി സ്റ്റോറേജിങ് ഡിവൈസ് ആണ് CD, കോമ്പാക്ട് ഡിസ്ക് എന്നാണ് അതിന്റെ ഫുൾ നെയിം. ഇത് വളരെ പോർട്ടബിൾ ആയിട്ടുള്ള ഒരു സെക്കൻഡറി സ്റ്റോറേജിങ് ഡിവൈസ് ആണ്. റൗണ്ട് ഷേപ്പാണ്, നിങ്ങൾക്കറിയാം. അത് നിർമ്മിച്ചിരിക്കുന്നത് പോളികാർബണേറ്റ് പ്ലാസ്റ്റിക് ഉപയോഗിച്ചാണ്. ഇത് ഫിലിപ്സും സോണിയും
ആണ് രണ്ടുപേരും കൂടെ കൂടിച്ചേർന്നാണ് ഈ CD ആദ്യം നിർമ്മിക്കുന്നത് 1982. ഈ CD-ക്ക് ഉള്ളിലും നമ്മൾ ഡാറ്റകളെ റെക്കോർഡ് ചെയ്യാൻ CD എന്ന് പറഞ്ഞ സാധാരണ രീതിയിൽ CD-ROMകളാണുള്ളത്. CD-ROM മീൻസ് റീഡ് ഒൺലി മെമ്മറി. CD-ക്കകത്തും നമുക്ക് ഡാറ്റ റെക്കോർഡ് ചെയ്യാൻ പറ്റും, പക്ഷേ കൂടെ കൂടെ മായ്ച്ച് എഴുതാനായിട്ട് സാധിക്കത്തില്ല. ഒരു പ്രാവശ്യം മാത്രമേ റെക്കോർഡ് ചെയ്യാനായിട്ട്, അതുകൊണ്ടാണ് CD-ROM എന്ന് വിളിക്കുന്നത്. ഈ CD-ക്കുള്ളിൽ നമുക്ക് ഒരു CD-ക്കുള്ളിൽ 700 MB ഡാറ്റ വരെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ഹാർഡ് ഡിസ്കിന് സ്റ്റോറേജ് കപ്പാസിറ്റി വളരെ കൂടുതലാണ്. ഹാർഡ് ഡിസ്കിനുള്ളിൽ നമുക്ക് ഇപ്പോഴുള്ള ഹാർഡ് ഡിസ്കിൻ്റെയൊക്കെ കപ്പാസിറ്റി 2 TB, 4 TB, 8 TB, 8 TB ആണ്, ടെറാബൈറ്റ് ആണ്. ചിലപ്പോൾ CD-ക്കുള്ളിൽ നമുക്ക് 700 MB ഡാറ്റയായി മാത്രമേ നമുക്ക് ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിക്കുള്ളൂ. 700 MB. മറ്റേ GB-ക്ക് മുകളിലാണ് TB വരുന്നത്. MB, GB, TB. ഇവിടെ MB മാത്രമേ സ്റ്റോർ ചെയ്യാൻ, 700 MB ഡാറ്റയായി മാത്രമേ സ്റ്റോർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. CD-ക്കുള്ളിൽ ഡാറ്റകൾ റെക്കോർഡ് ചെയ്യുന്നത് ലേസർ ബീമുകൾ ഉപയോഗിച്ചാണ്. ഡാറ്റ നമ്മൾ CD-ക്കുള്ളിൽ റെക്കോർഡ് ചെയ്യുന്നതിനെ ബേണിംഗ് എന്നാണ്, ബേൺ ചെയ്യുന്നത്, ഡാറ്റയെ ബേൺ ചെയ്യുക എന്നാണ് പറയുന്നത്. ബേൺ, URN, ബേൺ. ഇത് സാധാരണ ബേൺ ചെയ്യുമ്പോൾ അവിടെ പിറ്റുകളും ലാൻഡുകളും ഫോം ചെയ്യുന്നു. പിറ്റ് ആൻഡ് ലാൻഡ്സ്. പിറ്റുകൾ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കുഴികളാണ്. ലാൻഡ് എന്ന് പറഞ്ഞാൽ സമതലമായിട്ടുള്ള സ്ഥലം. പിറ്റുകൾ സൂചിപ്പിക്കുന്ന 0-യും ലാൻഡുകൾ സൂചിപ്പിക്കുന്ന 1-നെയുമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, കമ്പ്യൂട്ടറിനുള്ളിൽ ഡാറ്റകൾ സൂക്ഷിക്കുന്ന ഡിജിറ്റുകളായിട്ടാണ്, 1ഉം 0-യുമായിട്ടാണ്. CD-ക്കുള്ളിൽ ഡാറ്റ റെക്കോർഡ് ചെയ്യുന്നത് 1ഉം 0-യുമായിട്ടാണ്. ലേസർ ബീമുകൾ ഉപയോഗിച്ച് ഈ 0-യും 1ഉം അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 0-യെ നമ്മൾ പിറ്റുകൾ എന്നാണ് വിളിക്കുന്നത്. പിറ്റുകളിലാണ് 0 റെക്കോർഡ് ചെയ്യുന്നത്, ലാൻഡുകളിലാണ് 1 റെക്കോർഡ് ചെയ്യുന്നത്. റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന ലേസർ ബീമുകളാണ്. ചുവന്ന ലേസർ ബീമുകൾ ഉപയോഗിച്ചാണ് CD-ക്കുള്ളിലെ ഡാറ്റകൾ വായിച്ചെടുക്കുന്നത്. ഈ CD CD-ROM-നെ കൂടാതെ CD റീറൈറ്റബിൾ ഉണ്ട്. RW എന്ന് പറയുന്നത്. RW മീൻസ് റീറൈറ്റബിൾ എന്നാണ്. റീറൈറ്റബിൾ അതായത് നമുക്ക് CD-ക്കുള്ളിൽ തന്നെ ഡാറ്റ റെക്കോർഡ് ചെയ്യാനും വീണ്ടും മായ്ച്ച് റെക്കോർഡ് ചെയ്യാനും സാധിക്കും. വീണ്ടും നമുക്ക് മായ്ച്ച് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള CD-കളെയാണ് CD റീറൈറ്റബിൾ എന്ന് പറയുന്നത്. നമുക്ക് വളരെ റെയറായിട്ട് കിട്ടുന്ന CD-യാണ്. അങ്ങനെയുള്ള CD-കളാണെങ്കിൽ നമുക്ക് മായ്ച്ച് വീണ്ടും റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. സാർ നമ്മൾ മ്യൂസിക് ഡിസ്കായിട്ടും സിനിമയുടെയൊക്കെ ഡിസ്കുകൾ, മൂവി ഡിസ്കുകളൊക്കെ CD-ROM-ൽ വരുന്നതാണ്. പക്ഷേ നമ്മൾ അല്ലാതെ നമ്മൾ ഡാറ്റയൊക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന റീറൈറ്റബിൾ CDs ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടുന്നത്. അടുത്ത DVD ആണ്, ഡിജിറ്റൽ വെർസറ്റൈൽ ഡിസ്ക് എന്നാണ്. ഡിജിറ്റൽ വീഡിയോ ഡിസ്ക് എന്നും അതിനെ വിളിക്കാറുണ്ട്. CD പോലെയുള്ള മറ്റൊരു ടെക്നോളജിയാണ് DVD. പക്ഷേ കപ്പാസിറ്റിയിൽ വ്യത്യാസമുണ്ട്. DVD-ക്കുള്ളിൽ നമുക്ക് 4.7 GB വരെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. CD-ക്കകത്ത് 700 MB കൊള്ളുന്ന സ്ഥലത്ത് ഒരു സിംഗിൾ സൈഡ് DVD-ക്കകത്ത് 4.7 GB ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. CD-ക്കാട്ടിലും കപ്പാസിറ്റി കൂടുതലാണ് DVD-ക്ക്. ഈ മൾട്ടി സൈഡ്, രണ്ട് സൈഡിലും ഡാറ്റ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന DVD ആണെങ്കിൽ 9.4 GB ഡാറ്റാസിനെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. ഇതിലും രണ്ടും സെയിം ടെക്നോളജിയാണ്, പക്ഷേ കപ്പാസിറ്റി വളരെ കൂടുതലാണ് DVD. കാരണം അതിന്റെ പിറ്റുകളുടെ സൈസ് വളരെ ചെറുതാണ്. അതിൽ തന്നെ വളരെ ടൈറ്റർ ആയിട്ടുള്ള ട്രാക്കുകളാണ്. ട്രാക്കുകളെല്ലാം വളരെ ചേർന്നിരിക്കുന്നതുകൊണ്ട് തന്നെ അതിൽ മൾട്ടി ലെയർ കേപ്പബിലിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഡേറ്റയുടെ അളവ് കൂട്ടാനായിട്ട് സാധിച്ചത്. അന്നേരം CD-ക്ക് 3ഉം 4ഉം CD-ക്കകത്ത് കൊള്ളുന്ന കാര്യങ്ങൾ ഒരു DVD-ക്കകത്ത് ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന് സാരം. നിങ്ങൾക്കറിയാം, പഴയ കാലഘട്ടങ്ങളിൽ 3 CD-ക്കകത്തൊക്കെ റെക്കോർഡ് ചെയ്തിരുന്ന സിനിമ ഇപ്പോൾ ഒരു DVD-ക്കകത്ത് 2-3 സിനിമ വരെ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. കാര്യം കുറച്ചും കൂടെ ക്ലാരിറ്റി കൂടുതലാണ്, വ്യക്തത കൂടുതലാണ്, കപ്പാസിറ്റിയും കൂടുതലാണ് DVD. ഡിജിറ്റൽ വെർസറ്റൈൽ ഡിസ്ക് എന്നാണ്. ഇതൊരു സെക്കൻഡറി സ്റ്റോറേജ് ആണ്. അതുപോലെ തന്നെ ഏറ്റവും പുതിയ ടെക്നോളജിയിൽ വരുന്നതാണ് ബ്ലൂറേ ഡിസ്ക്. നമ്മൾ നേരത്തെ പറഞ്ഞു, ചുമന്ന ലേസർ ബീമുകൾ ഉപയോഗിച്ചാണ് CD-യിലും DVD-യിലും പിറ്റും ലാൻസും ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ബ്ലൂറേ ഡിസ്കിൽ ബ്ലൂ വയലറ്റ് റേസ് ആണ് യൂസ് ചെയ്യുന്നത്. ബ്ലൂ വയലറ്റ് ലേസർ ബീമുകളാണ് ഉപയോഗിക്കുന്നത്. CD-യും DVD-യെ അപേക്ഷിച്ച് ബ്ലൂറേ ഡിസ്കിന്റെ കപ്പാസിറ്റി വളരെയേറെ കൂടുതലാണ്. സിംഗിൾ ലെയർ ബ്ലൂറേ ഡിസ്കിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 25 GB ആണ്. ഡബിൾ ലെയർ ബ്ലൂറേ ഡിസ്കിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി 50 GB ആണ്. വളരെയേറെ കാര്യങ്ങളെ ഒരു ബ്ലൂറേ ഡിസ്കിനുള്ളിൽ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ടെക്നോളജിയിൽ വ്യത്യാസമുണ്ട്. ചുവന്ന റെഡ് ലേസർ ബീമുകൾക്ക് പകരം ബ്ലൂ വയലറ്റ് ലേസർ ബീമുകളാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബ്ലൂറേ ഡിസ്ക് എന്ന് തന്നെ വിളിക്കുന്നത്. അതുപോലെ തന്നെ വളരെ ചെറിയ സ്മോളർ പിറ്റുകളാണ് ഇവിടെയുള്ളത്. അതുകൊണ്ടാണ് ഇതിന്റെ കപ്പാസിറ്റി വളരെയേറെ കൂടാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഹൈ ഡെഫിനിഷൻ വീഡിയോസ്, HD വീഡിയോസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്
നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ബ്ലൂറേ ഡിസ്കുകളാണ്. ഹൈ ഡെഫിനിഷൻ വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ബ്ലൂറേ ഡിസ്കുകളാണ് യൂസ് ചെയ്യുന്നത്. ബ്ലൂറേ ഡിസ്കുകളും BD ROM ഉണ്ട്, ഒരു പ്രാവശ്യം മാത്രം റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതുണ്ട്, റെക്കോർഡബിൾ ഉണ്ട്, റീറൈറ്റബിളും ഉണ്ട്. CD-യും DVD-യും ബ്ലൂറേ ഡിസ്കും എല്ലാം ഇതേപോലെ 3 കാറ്റഗറി ഉണ്ട്: റോമും, റെക്കോർഡബിളും, റീറൈറ്റബിൾ. ഇനി മറ്റൊരു സെക്കൻഡറി സ്റ്റോറേജിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്: നെറ്റ്വർക്ക് അറ്റാച്ച്ഡ് സ്റ്റോറേജ്. ഇവിടെ നമുക്കറിയാം, കൂടുതൽ കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ നെറ്റ്വർക്കുകൾ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉപയോഗിക്കാറുണ്ട്. കമ്പ്യൂട്ടറുകൾ തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ച് പ്രവർത്തിപ്പിക്കുന്ന രീതിയാണ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. നെറ്റ്വർക്കിൽ നമ്മൾ ഡാറ്റകളെല്ലാം ഒരു കേന്ദ്രീകൃത ഏരിയയിലാണ് സൂക്ഷിക്കപ്പെടുന്നത്. അതായത് കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കാതെ ഇതെല്ലാം കൂടെ ഒരു സെൻട്രൽ പോയിന്റിലാണ് സൂക്ഷിക്കപ്പെടുന്നത്. ഇതിനെയാണ് NAS എന്ന് പറയുന്നത്, നെറ്റ്വർക്ക് അറ്റാച്ച്ഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. പിന്നെ ധാരാളം ഹാർഡ് ഡിസ്കുകൾ ഒന്നിച്ച് കണക്ട് ചെയ്ത് അങ്ങനെയാണ് അതിന്റെ കപ്പാസിറ്റി വളരെയേറെ കൂട്ടിയിരിക്കുന്നത്. നമ്മൾ ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം, പല കമ്പ്യൂട്ടറുകളും ബന്ധിപ്പിച്ചിരിക്കുന്നത് ഈ ഹാർഡ് ഡിസ്കുമായിട്ടാണ്. അതുകൊണ്ടാണ് എല്ലാവർക്കും ഒരേ സ്ഥലത്തു നിന്ന് തന്നെ ഡാറ്റകളെ എടുക്കാനായിട്ട് സാധിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ആദ്യം ചെന്ന് എൻക്വയറി ചെല്ലുന്നു, അല്ലെങ്കിൽ റിസപ്ഷൻ ചെല്ലുന്നു, പേര് രജിസ്റ്റർ ചെയ്യുന്നു, ഡോക്ടറിന്റെ അടുത്ത് ചെല്ലുമ്പോൾ നമ്പർ പറയുമ്പോൾ ഡോക്ടർ ആ ഡാറ്റ വീണ്ടും എടുക്കുന്നു, ഡോക്ടർ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നു, ലാബിലേക്ക് കൊടുക്കുന്നു, ലാബിൽ നിന്നുള്ള റിപ്പോർട്ട് വീണ്ടും ഡോക്ടർക്ക് കിട്ടുന്നു, ഡോക്ടർ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നു, ഫാർമസി ചെല്ലുമ്പോൾ മരുന്ന് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നു. പിന്നെ നമ്മൾ പേയ്മെന്റ് ചെയ്യാനായിട്ട് ക്യാഷ് കൗണ്ടർ ചെല്ലുമ്പോൾ അവിടെ നിങ്ങളുടെ ഡാറ്റ കിട്ടുന്നതാണ്. അതായത് ഈ കമ്പ്യൂട്ടറുകളെല്ലാം തന്നെ ഒരു മെയിൻ ഹാർഡ് ഡിസ്കുമായിട്ട്, അതായത് നെറ്റ്വർക്ക് അറ്റാച്ച്ഡ് സ്റ്റോറേജുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ ഓരോ ഏരിയയിൽ നിന്നും ചെയ്യുന്ന ഡാറ്റ ഇതെല്ലാം സൂക്ഷിക്കപ്പെടുന്ന ഒരു സ്ഥലത്താണ്. ഇതാണ് നെറ്റ്വർക്ക് അറ്റാച്ച്ഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. നമുക്ക് ഇത് വളരെ കൂടുതൽ ഡാറ്റയെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമായിരിക്കും ഈ നെറ്റ്വർക്ക് അറ്റാച്ച്ഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. നെറ്റ്വർക്കുകളെ പറ്റി പഠിക്കുമ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ധാരണ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതെന്താണ് ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, ഇന്റർനെറ്റിൽ അല്ലെങ്കിൽ നെറ്റ്വർക്കുകളിൽ ഡാറ്റകളെ സൂക്ഷിക്കുന്നതിനാണ് ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, നമ്മൾ പല കാര്യങ്ങളും ഇന്റർനെറ്റിൽ സൂക്ഷിക്കാറുണ്ട്. നമ്മളിവിടെ പല ഗൂഗിൾ ഡ്രൈവ്, ഡ്രോപ്പ് ബോക്സ്, അല്ലെ വൺ ഡ്രൈവ്, അതേപോലെ തന്നെ നമ്മൾ ഗവൺമെന്റിന്റെ ആയിട്ടുള്ള ഡിജി ലോക്കർ, ഇതെല്ലാം തന്നെ ക്ലൗഡ് സ്റ്റോറേജ് ആണ്. നമുക്ക് കാര്യങ്ങളെ നമ്മുടെ കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കുന്നതിന് വരെ ഇന്റർനെറ്റിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ നിന്നുകൊണ്ട് വേണമെങ്കിൽ ആ ഡാറ്റ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ഒരു പേഴ്സണൽ കമ്പ്യൂട്ടറിൽ ഡാറ്റ സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ കമ്പ്യൂട്ടർ നശിച്ചു പോയി കഴിഞ്ഞാൽ, കേടായി കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ നഷ്ടപ്പെട്ടു പോകും. പക്ഷെ ഞാനൊരു ഗൂഗിൾ ഡ്രൈവിലോ ഡ്രോപ്പ് ബോക്സിലോ ഈ ഡാറ്റ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡാറ്റ ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഡാറ്റ നഷ്ടപ്പെട്ടു പോകുന്നില്ല. ക്ലൗഡുകളിൽ സൂക്ഷിക്കുന്ന രീതിയാണ്. ക്ലൗഡ് എന്ന് പറഞ്ഞാൽ മേഘം എന്നാണ് എങ്കിൽ പോലും ഇത് ഉദ്ദേശിക്കുന്നത് ഇന്റർനെറ്റ് ആണ്. ഇന്റർനെറ്റിൽ ഡാറ്റകളെ സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതാണ്. റിമോട്ട് ലൊക്കേഷനുകളിൽ അല്ലെങ്കിൽ ഈ കമ്പനികളുടെ എല്ലാ സെർവറുകളിൽ നമ്മൾ ഡാറ്റകളെ താൽക്കാലികമായിട്ട് സൂക്ഷിച്ചു വെക്കുന്നു. ഈ സൂക്ഷിച്ചിരിക്കുന്ന ഡാറ്റകൾ നമുക്ക് ഏത് സ്ഥലത്ത് നിന്ന് ഏത് സമയത്ത് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഏറ്റവും വളരെ സേഫർ ആയിട്ടുള്ള ഒരു സംവിധാനമാണ് ക്ലൗഡ് സ്റ്റോറേജ്. ഇങ്ങനെ ധാരാളം സ്റ്റോറേജ് സംവിധാനങ്ങൾ കമ്പ്യൂട്ടറിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. പ്രൈമറിയിൽ റാമും റോമും മാത്രമേ ഉള്ളെങ്കിൽ സെക്കൻഡറിയിൽ ധാരാളം ഡിവൈസുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഫ്ലോപ്പി ഡിസ്കുകൾ, മാഗ്നറ്റിക് ടേപ്പുകളൊക്കെ സെക്കൻഡറി സ്റ്റോറേജിങ് തന്നെയാണ്. ഫ്ലോപ്പി ഡിസ്കുകൾ ഇപ്പോൾ ഇല്ല. വളരെ ചെറിയ കപ്പാസിറ്റി മാത്രമേ 1.44 MB ഡാറ്റാസിനെ മാത്രമേ നമുക്ക് ഒരു ഫ്ലോപ്പിക്കുള്ളിൽ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ അത് വളരെ സ്ലോ ആണ്. അതിനുശേഷം പിന്നെ വന്ന മാഗ്നറ്റിക് ടേപ്പ്. പക്ഷെ അവിടെ വേറൊരു ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മളിവിടെ എല്ലാം റാൻഡം ആക്സസിങ് മെത്തേഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ ഒരു സീക്വൻഷ്യൽ ആക്സസിങ് മെത്തേഡാണ് ടേപ്പുകളിൽ യൂസ് ചെയ്യുന്നത്. സീക്വൻഷ്യൽ ആക്സസിങ് എന്ന് പറഞ്ഞാൽ ഓർഡറിൽ മാത്രമേ നമുക്ക് ഡാറ്റയെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ടേപ്പിൽ നിങ്ങൾ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം, CD-യിൽ ഇട്ടൊരു പാട്ട് കേൾക്കുന്നതും പഴയ ടേപ്പ് കാസറ്റ് ഉപയോഗിച്ച് നിങ്ങൾ പാട്ടുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും. CD-യിലാണെങ്കിൽ ഒന്നാമത്തെ പാട്ട് കഴിഞ്ഞ് 15ാമത്തെ പാട്ടിലേക്ക് പോകാൻ അധികം സമയം വേണ്ടി വരുന്നില്ല. കാര്യം ഡയറക്റ്റ് 1 നിന്ന് 15ലേക്ക് പോകാൻ പറ്റും. പക്ഷേ കാസറ്റിൽ അങ്ങനെയല്ല. ഒന്നാമത്തെ പാട്ട് കഴിഞ്ഞാൽ രണ്ടാമത്തെ പാട്ട് കഴിഞ്ഞാൽ മൂന്നാമത്തെ പാട്ട്, അങ്ങനെ കേൾക്കാൻ പറ്റത്തുള്ളൂ. കാര്യം അതൊരു സീക്വൻഷ്യലായിട്ടാണ് അത് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അന്നേരം ആ ഒരു വ്യത്യാസം അവിടെയുണ്ട്. ഈ രണ്ട് സ്റ്റോറേജ് ഡിവൈസുകൾ ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ട് യൂസ്, ഫ്ലോപ്പി ഡിസ്കുകളില്ല, കാലഹരണപ്പെട്ടു. അതുപോലെ തന്നെ ടേപ്പുകളും അതും ടേപ്പ് പ്രത്യേകം അതിന് ഡ്രൈവുകളൊക്കെ വേണം. അതുകൊണ്ട് തന്നെ അതും ഇപ്പം നമ്മൾ സാധാരണ യൂസ് ചെയ്യാറില്ല. അതിപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഹാർഡ് ഡിസ്കും CD-യും ഇപ്പം കാലഹരണപ്പെട്ടു. DVD, ബ്ലൂറേ ഡിസ്ക് തുടങ്ങിയ ഡിസ്കുകൾ, സെക്കൻഡറി സ്റ്റോറേജിൽ വരുന്ന പെൻ ഡ്രൈവുകൾ, അതുപോലെ തന്നെ നമ്മൾ കൂടുതലായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ നെറ്റ്വർക്കുകളിലൊക്കെ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് അറ്റാച്ച്ഡ് സ്റ്റോറേജ്, NAS, ക്ലൗഡ് സ്റ്റോറേജുകൾ, എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ക്ലൗഡ് സ്റ്റോറേജ്. നമുക്കിപ്പോൾ സ്വന്തമായിട്ട് ഇന്റർനെറ്റ് കണക്ഷൻ
ഡെയിലി ഇല്ലെങ്കിലും എല്ലാം നമുക്ക് ഈ ക്ലൗഡ് സ്റ്റോറേജ് യൂസ് ചെയ്യാൻ പറ്റും. എല്ലാ പബ്ലിക്കിനും പറ്റാവുന്ന രീതിയിലുള്ള സംവിധാനങ്ങളുണ്ട്. ഫോണൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഡേറ്റകളെല്ലാം ക്ലൗഡ് സ്റ്റോറേജിൽ നമുക്ക് ഗവൺമെന്റ് ആയിട്ടുള്ള ഡിജി ലോക്കർ നമുക്ക് എല്ലാ ഡേറ്റ പ്രധാനപ്പെട്ട എല്ലാ ഡോക്യുമെന്റുകളും നമുക്ക് ഡിജി ലോക്കറിൽ സൂക്ഷിച്ചു വെക്കാനായിട്ട് സാധിക്കും. ആവശ്യമുള്ള സമയത്ത് നമുക്ക് അത് ഇവിടുന്ന് എടുക്കാനായിട്ട് സാധിക്കും. നഷ്ടപ്പെട്ടു പോകത്തില്ല എന്നുള്ളതാണ് ഈ ക്ലൗഡ് സ്റ്റോറേജിന്റെ ഒരു പ്രത്യേകത. ഒരു പ്രത്യേക സ്ഥലങ്ങളിൽ ഫ്ലഡോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫയറോ തീയോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സ്ഥലത്തിരിക്കുന്ന ഡാറ്റ എല്ലാം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ക്ലൗഡ് സ്റ്റോറേജിലാണെങ്കിൽ അങ്ങനത്തെ ഒരു വിഷയം നമുക്ക് ഉണ്ടാകത്തില്ല. ഇത് ആണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അത് നമ്മൾ കമ്പ്യൂട്ടർ മെമ്മറിയെ പറ്റിയാണ് പറഞ്ഞത്. ഇത് നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേൾക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. താങ്ക് യു.